നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികൾക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. പ്രത്യേകിച്ച് സൗദിയിൽ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വദേശികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ പ്രവാസികൾ കുറയുന്നുവെന്ന കണക്കും ഏറെ നിർണായകമാണ്. 1,00,000-ൽ പരം ആളുകൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. പ്രതിദിനം ശരാശരി 300ഓളം സ്വദേശികൾ തൊഴിൽ ലഭിച്ചു വരുന്നു. ഇതിനോടൊപ്പം തന്നെ പ്രതിദിനം പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ചില മേഖലകളിൽ സൗദി സ്വദേശികളുടെ എണ്ണം 85% വരെ കുറയുകയുണ്ടായി. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കഴിഞ്ഞ വർഷത്തെ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരോഗ്യ സാമൂഹിക മേഖലകളിൽ സ്വദേശികളുടെ എണ്ണം 197% വർദ്ധിച്ച് 1,62,060 ഉയർന്നു. ഖനന മേഖലയിലും സ്വദേശി ജീവനക്കാരുടെ എണ്ണം 1,12,683 ഉയരുകയും ചെയ്തു. നിർമ്മാണ മേഖലയിൽ 2018-ൽ 1.5 ലക്ഷം സൗദി ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 3 ലക്ഷത്തോളമായാണ് ഇപ്പോൾ ഉയർന്നതായുള്ള കണക്ക് രേഖപ്പെടുത്തുന്നത്. പ്രൊഫഷണൽ മേഖലയിൽ 10% വർധന രേഖപ്പെടുത്തി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് സൗദികളുടെ എണ്ണവും ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. കാർഷിക മത്സ്യബന്ധന മേഖലയിൽ 71%, ജലമലിനജല മേഖലയിൽ 60%, ടെലികോം IT മേഖലയിൽ 57%മാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത സംഭരണ മേഖലയിൽ 36%, ധനകാര്യ ഇൻഷുറൻസ് മേഖലയിൽ 31% സ്വദേശി ജീവനക്കാർ കുറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ പുതുതായി 2 സ്ത്രീകൾക്ക് കൂടി COVID-19 ബാധ സ്ഥിരീകരിച്ചു. 2 പേരും സൗദി സ്വദേശിനികളാണ്. ഒരാൾ ഇറാനിലും മറ്റേയാൾ ഇറാഖിലും പോയി സൗദിയിൽ തിരിച്ചെത്തിയവരാണ്. 2 പേരും ഇറാഖിലും പോയ കാര്യം തുടക്കത്തിൽ മറച്ചുവെച്ചെന്നും സംശയം തോന്നി സ്രവ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സൗദിയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 മാറിയിരിക്കുകയാണ്. എന്നാൽ പ്രവാസികളെ വലയ്ക്കുന്ന സൗദിയുടെ മറ്റൊരു നിർണായക നീക്കം എന്നത് ഇനി മുതൽ സൗദിയിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കൊറോണ ബാധ ഇല്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തണം. എംബസിയുടെ നിർദ്ദേശപ്രകാരം മാറ്റുകയുണ്ടായി. എന്നാൽ ഈ കർശന നീക്കം സൗദിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റിൽ ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രവാസികളെ ഏറെ വലയ്ക്കുന്നു. ഇതിനോടൊപ്പം തന്നെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.